സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എ ഹരികുമാറാണ്. സാർ സ്വാഗതം. നമസ്തേ പ്രേം. ഇറാൻ അമേരിക്ക യുദ്ധം ഒരു വെടിനിർത്തലിന്റെ വക്കിൽ നിൽക്കുമ്പോഴാണ് ട്രംപ് ചൈനയിലേക്ക് ചെല്ലുന്നത്. ചൈനയുടെ മധ്യസ്ഥത ഉണ്ടാകും ഈ യുദ്ധം പരിഹരിക്കപ്പെടും എന്നൊക്കെ പൊതുവിൽ വിലയിരുത്തപ്പെട്ടു. അപ്പോൾ വലിയ പ്രതീക്ഷകൾ ട്രംപിന്റെ ചൈന സന്ദർശനത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ സന്ദർശനം അമ്പേ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഏതാനും ചില വ്യാപാര കരാറുകൾ ഒഴിച്ചാൽ സന്ദർശനം പരാജയമെന്നാണ് പൊതുവിൽ മാധ്യമ റിപ്പോർട്ടുകൾ. എന്നാൽ വൈറ്റ് ഹൗസ് ഇതൊട്ടും അംഗീകരിക്കുന്നില്ല, വമ്പൻ വിജയമാണെന്നൊക്കെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. വാസ്തവം എന്താണ് സാർ? ട്രംപ് എന്ത് കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും സൂപ്പർലേറ്റീവ്സ് ഉപയോഗിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഫന്റാസ്റ്റിക്, ബിഗ് സക്സസ്, നത്തിങ് ലൈക്ക് ദിസ്, അങ്ങനെയൊക്കെ സ്ഥിരം അദ്ദേഹത്തിന്റെ പ്രയോഗങ്ങളുണ്ട്. അത് ചൈനയുടെ കാര്യത്തിലും അദ്ദേഹം നടത്തിയെങ്കിലും ഈ സന്ദർശനം കൊണ്ട് ഒരുപാട് വാക്കുകളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കിയതല്ലാതെ യഥാർത്ഥത്തിൽ ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ലെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തുന്നത്. അത് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ, BBC ആണെങ്കിലും ഗാർഡിയൻ പത്രമാണെങ്കിലും ന്യൂയോർക്ക് ടൈംസ് ആണെങ്കിലും ഒക്കെ അതേ വിലയിരുത്തലിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ട്രംപിന്റെ ചൈന സന്ദർശനം കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ? പൊതുവിൽ മാധ്യമങ്ങൾ പറഞ്ഞതിനോടാണ് എനിക്ക് യോജിപ്പ്. അത് കൂടുതലും ട്രംപിന്റെ ഒരു വിഷ്വൽ തിങ്കിങ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ ക്ലെയിംസ് ആണ്, അവകാശവാദങ്ങളാണ്. അല്ലാതെ യാഥാർത്ഥ്യവുമായിട്ട് അതിന് അത്ര വലിയ ബന്ധമൊന്നുമില്ല. അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ, ട്രംപ് ഏത് കരാറാണ് ഒപ്പിട്ടത്? അതിന്റെ വിശദാംശങ്ങളൊന്നുമില്ല. അത് വ്യാപാര രംഗത്ത് 200 ബോയിങ് വിമാനങ്ങൾ വാങ്ങാൻ ചൈന സമ്മതിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാത്രമാണ് ഒരു ബിസിനസ് നേട്ടം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എയർബസിന്റെ വിമാനങ്ങൾ എയറിന്റെ തന്നെ അതിൽ കൂടുതൽ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അത്ര വലിയൊരു നേട്ടമായിട്ട് അത് കാണേണ്ട കാര്യമില്ല. പിന്നീടുള്ളത് ട്രംപിനെ എങ്ങനെ സ്വീകരിച്ചു, തൈവാൻ വിഷയത്തിൽ എന്ത് നിലപാടാണ് ചൈന സ്വീകരിച്ചത്, ഇറാൻ വെടിനിർത്തൽ ഉണ്ടാക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും കൃത്യമായ ഇടപെടലുകൾക്ക് ചൈന സമ്മതിച്ചിട്ടുണ്ടോ? അമേരിക്ക എപ്പോഴും ഉയർത്തുന്ന ചൈനയുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്ന വിഷയത്തിൽ ചൈന എന്ത് മറുപടിയാണ് കൊടുത്തത്? ഇതൊക്കെയാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട്, ഒരു നേതാവ് മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ എയർപോർട്ടിൽ അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ മോദി ഈ കഴിഞ്ഞ ദിവസം UAE സന്ദർശിച്ചു. അപ്പോൾ UAEയുടെ ഭരണാധികാരിയായ ഷെയ്ഖ് മുഹമ്മദ് സയ്യിദ് ബിൻ അൽ നഹിയാൻ അദ്ദേഹം എയർപോർട്ടിലെത്തിയാണ് മോദിയെ സ്വീകരിച്ചത്. അത് അങ്ങേയറ്റം ഊഷ്മളമായ ഒരു സ്വീകരണമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ബെയ്ജിങ്ങിൽ എത്തിയപ്പോൾ ചൈനയുടെ താഴ്ന്ന ലെവലിലുള്ള ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് എയർപോർട്ടിൽ എത്തിയത്. ശരിക്കു പറഞ്ഞാൽ അതൊരു തിരിച്ചടിയാണ്. സാധാരണ ഏത് വിദേശ നേതാവ് ചൈനയിൽ എത്തിയാലും ഈ സ്വീകരണം കിട്ടും. അതിനപ്പുറം ഒന്നും ചൈന ട്രംപിന്റെ വരവിനെ കാണുന്നില്ല എന്നുള്ള വളരെ കൃത്യമായ സൂചനയാണ് ചൈനീസ് പ്രസിഡന്റ് സീ ജിൻപിങ്ങും നടത്തിയത്. അപ്പോൾ അവിടെ തന്നെ ട്രംപിന്റെ അവകാശവാദങ്ങളെല്ലാം പൊളിയുന്നു. കാരണം ഇതൊക്കെ ലൈവ് ടെലികാസ്റ്റ് വന്നതാണ്. മാധ്യമങ്ങളിലും പത്രങ്ങളിലും ചാനലുകളിലും എല്ലാം ഇതിന്റെ ഫോട്ടോകളും ഉള്ളതാണ്. ട്രംപിന് ഒരു വലിയ സ്വീകരണം, സീ ജിൻപിങ് അവിടെ ചെന്നിട്ട് ട്രംപിനെ എയർപോർട്ടിൽ സ്വീകരിക്കുമെന്നൊക്കെ ട്രംപ് വിചാരിച്ചു. അങ്ങനൊന്നും നടന്നില്ല. ഉദ്യോഗസ്ഥന്മാര്, അതും ഉന്നത ഉദ്യോഗസ്ഥന്മാരല്ല, താഴ്ന്ന രണ്ടാം നിരയിലുള്ള ഉദ്യോഗസ്ഥന്മാര് ട്രംപിനെ സ്വീകരിച്ചു. ഇനി അതിനുശേഷം ട്രംപിനെ വലിയ ആർഭാടത്തോടു കൂടിയിട്ടൊക്കെ പ്രസിഡൻഷ്യൽ പാലസിൽ സീ ജിൻപിങ് സ്വീകരിച്ചു. അത് സ്വാഭാവികമാണ്. അത് പല രാഷ്ട്ര തലവന്മാർക്കും അത് കിട്ടാറുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് പോയതിൽ അർത്ഥമില്ല എന്നുള്ള അത്ര മോശവുമല്ല. അപ്പോൾ സാധാരണ ഒരു സ്വീകരണമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അതൊന്നാമത്തെ വിഷയം. ഇനി അമേരിക്ക ഉയർത്തുന്ന വിഷയങ്ങളിൽ അദ്ദേഹം സീ ജിൻപിങ് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് കൊടുത്തത്, എന്തൊക്കെ കരാറുകളിലാണ് ഒപ്പിട്ടത്, അതൊന്നും ട്രംപ് പറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് പ്രധാനപ്പെട്ട വിഷയമാണ്, ഇപ്പോഴത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധം. ഈ യുദ്ധത്തിൽ എല്ലാ രാജ്യങ്ങളും പറയുന്നത് പോലെ ഹോർമൂസിലൂടെ സ്വതന്ത്രമായ ചരക്ക് നീക്കം അല്ലെങ്കിൽ എണ്ണയുടെ നീക്കം അനുവദിക്കണം, അക്കാര്യത്തിൽ ഹോർമൂസ് സ്വതന്ത്രമാകണം എന്നുള്ള ഒരു ഒഴുക്കൻ സ്റ്റേറ്റ്മെന്റ്
സിയും ഡൊണാൾഡ് ട്രംപും കൂടി നടത്തി. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത് ഉറപ്പാക്കാൻ വേണ്ടി ചൈന ഏത് രീതിയിൽ അമേരിക്കയെ സഹായിക്കും അത് സി ജിൻപിങ് പറഞ്ഞിട്ടില്ല. അമേരിക്കയുടെ ഈ ലക്ഷ്യം നടപ്പാക്കാൻ സൈനിക നടപടി അമേരിക്ക എടുക്കുകയാണെങ്കിൽ ചൈന അതിനെ പിന്തുണയ്ക്കുമോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം സ്പർശിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ആ കാര്യത്തിലും പ്രത്യേകിച്ചൊരു അഭിപ്രായമില്ല. ഇനി മറ്റൊരു വിഷയം തെയ്വാനാണ്. ഈ തെയ്വാൻ എന്നും ചൈനയെ സംബന്ധിച്ച് മെയിൻലാൻഡ് ചൈനയുടെ ഭാഗം തന്നെയാണ്. അത് വേറൊരു രാജ്യമായിട്ട് ചൈന അംഗീകരിക്കുന്നില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തെയ്വാൻ സ്വതന്ത്രമായ മറ്റൊരു രാജ്യമാണ്. അപ്പോൾ ഈ രണ്ട് വീക്ഷണഗതികളും എങ്ങും ഇത് യോജിക്കുന്നില്ല. ഇവിടെ 14 ബില്യൺ US$ ആയുധങ്ങൾ തെയ്വാന് വിൽക്കാൻ അമേരിക്ക തയ്യാറെടുക്കുക. ഈ ആയുധം വിൽപ്പന ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഈ വിൽപ്പന നടത്താൻ ആഗ്രഹിക്കുന്നില്ല. അമേരിക്കയെ സംബന്ധിച്ച് തെയ്വാനെ സംബന്ധിച്ചും ഈ കച്ചവടം നടക്കണം. അമേരിക്കയ്ക്ക് ഇതൊരു കച്ചവടമാണ്, വലിയൊരു കച്ചവടമാണ്. 14 ബില്യൺ US$ എന്ന് പറയുന്നത് ഏതാണ്ട് ഇന്ത്യൻ രൂപയുടെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു 10 ബില്യൺ എന്നൊക്കെ പറയുമ്പം ഒരു 1 ലക്ഷം കോടിയുടെ മുകളിൽ വരും. 14 ആകുമ്പോഴത്തേക്ക് 1.5 ലക്ഷം കോടിയുടെയൊക്കെ രൂപയുടെ ആയുധങ്ങളാണ്. അതും അതിനെക്കുറിച്ചും പ്രത്യേകിച്ച് ഒരു കമ്മിറ്റ്മെന്റ് അമേരിക്കയും നടത്തിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കച്ചവടം നടക്കാൻ തന്നെയാണ് സാധ്യത എന്ന വേറൊരു സൂചന വരുന്നു. അതുപോലെ തന്നെ മനുഷ്യാവകാശ വിഷയത്തിൽ അമേരിക്ക 2-3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചു. ഈ ഹോങ്കോങ്ങിലെ ഒരു പത്രപ്രവർത്തകനെ, അവിടുത്തെ ഏറ്റവും വലിയ പത്രത്തിന്റെ ഉടമസ്ഥനെ ചൈന വീട്ടുതടങ്കലിലാക്കിയിരിക്കുകയാണ്. ഇയാളുടെ മോചനം അമേരിക്ക വലിയൊരു വിഷയമായിട്ട് എടുത്തു. പക്ഷേ ഇതിനകത്തിൽ പ്രത്യേകിച്ച് ഒരു മറുപടി കൊടുക്കാനും സി ജിൻപിങ് തയ്യാറായില്ല. പിന്നെ ആകെ ട്രംപിനുണ്ടായ ഒരു നേട്ടം, കുറച്ച് ബാപ്റ്റിസ്റ്റ് മിഷനറിമാരെ ചൈനയിൽ പോയിട്ട് മതപരിവർത്തനം നടത്താനായിട്ടും പിന്നെ സുവിശേഷം പറയാനായിട്ടും ഒക്കെ പോയ കുറച്ച് ബാപ്റ്റിസ്റ്റ് ചർച്ച അമേരിക്കയിൽ വലിയ സ്വാധീനമുള്ള ഒരു സഭയാണ്. അപ്പോൾ ആ സഭയിൽപ്പെട്ട കുറച്ച് പാതിരിമാരെ അവിടെ അറസ്റ്റ് ചെയ്ത് ചൈന ജയിലിലിട്ടിട്ടുണ്ട്. അവരെ വേണമെങ്കിൽ മോചിപ്പിക്കാം, പക്ഷെ ചൈനയിൽ നിൽക്കാൻ പാടില്ല, നേരെ അമേരിക്കയിലോട്ട് കയറി പൊക്കോണം എന്നുള്ള ഒരു ചർച്ച നടന്നിരുന്നു, ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അത് നടപ്പാക്കാം എന്ന്, അത് വലിയ താമസമില്ലാതെ അവരെ കയറ്റിവിടും. അപ്പോൾ ഇതാണ് ആകെ ട്രംപിനുണ്ടായ നേട്ടം. പിന്നീട് നമ്മൾ ഈ 200 എയർബസ് എന്ന് പറയുന്നത് അത് ഒരു വർഷം കൊണ്ടൊന്നും വാങ്ങിക്കുന്നതല്ല. ഈ വിമാനങ്ങളുടെ കച്ചവടം എന്ന് പറഞ്ഞാൽ 15 കൊല്ലോ 20 കൊല്ലോ ഒക്കെ നീളുന്ന കരാറുകളാണ്. ഈ കരാറ് ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് റദ്ദാക്കാനുള്ള വകുപ്പുകളും ഒക്കെ ഉണ്ട്. അപ്പൊ അത്തരം ഒരു കരാറ് പിന്നെ കിട്ടി എന്നാണ് ട്രംപ് വലിയ ആവേശത്തോടെ പറയുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഈ അടുത്ത സമയത്ത് ഇത്രയധികം ബോയിങ് വിമാനങ്ങൾ ആരും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അത് വലിയൊരു നേട്ടമാണ് എന്ന് പറയുന്നു. ആ പറഞ്ഞത് ഈ കച്ചവടം നടക്കുകയാണെങ്കിൽ ബോയിങ് കമ്പനിക്ക് നല്ലതാണ്. അമേരിക്കയിലെ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ കിട്ടാനായിട്ട് അത് വഴിയൊരുക്കും. അക്കാര്യത്തിലൊന്നും നമുക്ക് സംശയമില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോൾ ഇത്ര വലിയ കരാറെന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യ അമേരിക്കയിൽ നിന്നും പ്രൊഡേറ്റർ ഡ്രോൺ വാങ്ങുന്നത് 30 എണ്ണം വാങ്ങുന്നു. അല്ലെങ്കിൽ അതുപോലെ പിന്നെ എയർ ഇന്ത്യ കുറച്ച് ഒരു വർഷത്തെ 1.5 വർഷത്തിന് മുമ്പ് പിന്നെ യൂറോപ്യൻ കൺസോർഷ്യമായിട്ടുള്ള മുഖ്യമായിട്ടും ഫ്രാൻസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള എയർബസ് ഇൻഡസ്ട്രീസിൽ നിന്നും 200 അല്ല 250-ലധികം വിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ ഒപ്പിട്ടിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കരാറുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര വലിയ ഭൂമി കുലുക്കം ഉണ്ടാക്കുന്ന കരാറൊന്നുമല്ല. ട്രംപിന്റെ അവകാശവാദമാണത്. അദ്ദേഹത്തിന് എന്തെങ്കിലും നേടിയെടുത്തതായിട്ട് ലോകത്തിനെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ ആ വിഷയത്തിൽ ഇതൊരു വലിയ കാര്യമാണ്. അതിനപ്പുറത്തോട്ട് എന്തെങ്കിലും കൃത്യമായ ഉറപ്പുകളോ ഏതെങ്കിലും വിഷയത്തിൽ കൃത്യമായ ഒരു കരാർ ഒപ്പിടാനോ, ഇനി ട്രംപ് ഒപ്പിട്ടു എന്ന് പറയുന്ന കരാറുകളുടെ വിശദാംശങ്ങൾ ലോകത്തിന്റെ മുന്നിൽ വെളിപ്പെടുത്താനോ ഒന്നും ട്രംപിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ പത്രങ്ങൾ പോലും ഇതിനെക്കുറിച്ച് ആദ്യം വളരെ മോശമായ അഭിപ്രായമായിരുന്നു അമേരിക്കൻ പത്രങ്ങളിൽ വന്നത്. പിന്നീട് ട്രംപിനെ എപ്പോഴും അനുകൂലിക്കുന്ന അമേരിക്കയുടെ ചാനലാണ് ഫോക്സ് ന്യൂസ്. ആ ഫോക്സ് ന്യൂസിൽ ട്രംപ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു അഭിമുഖമൊക്കെ കൊടുത്തു. അപ്പോഴാണ് ഈ
വിമാനങ്ങളുടെ എണ്ണത്തിന്റെ കാര്യം പറഞ്ഞാൽ അതൊരു മുഖം രക്ഷിക്കുന്ന എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടല്ലോ കൃത്യമായിട്ട്. അത് അങ്ങനത്തെ ഒരു നടപടിയായി. പിന്നെ ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ ദക്ഷിണ ചൈന കടല്, സൗത്ത് ചൈന സീ വലിയൊരു സംഘർഷ മേഖലയാണ് ഇപ്പോഴും. അത് തെക്കുകിഴക്കൻ ഏഷ്യയിലെ പല രാജ്യങ്ങളിലും അവരുടെ പരമാധികാരത്തിന് മേലെ ഉള്ളൊരു കടന്നുകയറ്റമാണ് ചൈന നടത്തുന്നത്. അതായത് ഫിലിപ്പൈൻസ്, അതുപോലെ തന്നെ പിന്നെ ഇന്തോനേഷ്യ, ഇങ്ങനെയുള്ള പല രാജ്യങ്ങളും ഈ വിഷയത്തിൽ കാലാകാലങ്ങളായിട്ട് ചൈനയോട് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ശരിക്കും അമേരിക്ക ഈ പിന്നെ പസഫിക്, ഈ സ്ഥലമൊക്കെ പസഫിക് ഓഷ്യനാണ്. ആ പസഫിക് ഓഷ്യൻ എന്ന് പറയുന്ന അമേരിക്കയ്ക്കും താല്പര്യമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ നടക്കുന്ന ഇത്തരം സംഘർഷങ്ങളിൽ, അതുപോലെ തന്നെ ഈ തെയ്വാന്റെ മുകളിലൂടെ ചൈനീസ് വിമാനങ്ങൾ പറക്കുന്നു, തെയ്വാന്റെ വ്യോമാതിർത്തി ഇടയ്ക്കിടയ്ക്ക് ലംഘിക്കുന്നു, അതുപോലെ തെയ്വാന്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ ചൈനയുടെ സൈനിക കപ്പലുകൾ കടന്നു കയറുന്നു, അമേരിക്കയുടെ സൈനിക കപ്പലുകളെ പസഫിക്കിൽ വെച്ചിട്ട് ചൈനയുടെ യുദ്ധക്കപ്പലുകൾ അത് വളരെ, അതായത് ചില സന്ദർഭങ്ങളിൽ അമേരിക്കൻ കപ്പലുകൾ വന്ന് ഇടിച്ച സന്ദർഭങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ചെറിയ രാജ്യങ്ങളായിട്ടുള്ള പിന്നെ ഫിലിപ്പൈൻസിന്റെയും അല്ലെങ്കിൽ അതുപോലുള്ള ഇന്തോനേഷ്യ പോലൊക്കെയുള്ള രാജ്യങ്ങളെ അമേരിക്ക പലപ്പോഴും അവരുടെ പിന്നെ യുദ്ധക്കപ്പലുകളെയൊക്കെ നേരെ വെടിവെപ്പൊക്കെ അമേരിക്ക അല്ല ചൈന വെടിവെപ്പൊക്കെ നടത്താറുണ്ട്. ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. ഇതിലൊന്നും തന്നെ ഒരു കാര്യവും അമേരിക്ക സംസാരിച്ചിട്ടുമില്ല, ഇക്കാര്യത്തിലൊന്നും ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല. ഇനി മറ്റൊരു വിഷയം, ഇറാന് പിന്നെ പലവിധ ആയുധങ്ങൾ നൽകുന്നത് ചൈനയും റഷ്യയുമാണ്. അപ്പൊ ചൈന ആയുധം കൊടുക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് ചൈനയിൽ നിന്നും വാങ്ങിച്ചെടുക്കാൻ ട്രംപിന് പറ്റിയിട്ടില്ല. ഹോർമൂസ് കടലിലെ കൂടെയുള്ള ചരക്ക് നീക്കം അത് ഒരു കാരണവശാലും തടസ്സപ്പെടുത്തത്തില്ല. അങ്ങനെ തടസ്സപ്പെടുത്തിയാൽ സൈനികമായിട്ട് ഇടപെടണം, അക്കാര്യത്തിൽ ചൈനയുടെ പിന്തുണയുണ്ടാകും എന്നൊരു ഒറ്റ വാക്ക് സീ ജിൻപിങ് പറഞ്ഞാൽ ഇറാൻ അതോടുകൂടി ധർമ്മസങ്കടത്തിലാവും. പക്ഷെ അങ്ങനെ ഒരു വാക്ക്, ഒരു വാചകം പറയാനായിട്ട് സീ ജിൻപിങ് തയ്യാറായിട്ടില്ല. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? ഇക്കാര്യത്തിൽ വെറുതെ സംസാരിക്കാനാണെങ്കിൽ ചൈന തയ്യാറാണ്, അതല്ലാതെ കൃത്യമായ നടപടികളിലേക്ക് നീങ്ങാൻ ചൈന തയ്യാറല്ല. അതായത് ഈ ഇറാനെ തള്ളിപ്പറയാൻ ഒരു തരത്തിലും ചൈന തയ്യാറായിട്ടില്ല. ഈ മിഡിൽ ഈസ്റ്റിലെ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ അമേരിക്കയുടെ റോളിനെ ഏതെങ്കിലും തരത്തിൽ പിന്തുണയ്ക്കാൻ ഇറാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് അത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയ്ക്ക് ഇട നൽകുന്ന ഒരു വസ്തുതയാണ്. ആയുധ കച്ചവടവും അതുപോലെ ആയുധങ്ങളുടെ മെയിൻ്റനൻസും, അതുപോലെ തന്നെ ചൈനയാണ് ചൈനീസ് ഉപഗ്രഹങ്ങളാണ് അമേരിക്കയുടെ സൈനിക നീക്കത്തെക്കുറിച്ച് ഇറാന് മുന്നറിയിപ്പ് കൊടുക്കുന്നത്. ഈ വിഷയങ്ങളിലൊന്നും ഒരു തരത്തിലുമുള്ള ഇടപെടലോ ഒരു തരത്തിലുള്ള ഉറപ്പുകളോ നൽകാൻ സീ ജിൻപിങ് തയ്യാറായിട്ടില്ല. പണ്ടൊക്കെ അമേരിക്ക സാർ ഒരു പക്ഷേ ഈ ചർച്ചയില് ഒരു മധ്യസ്ഥന്റെ റോള് വഹിക്കാൻ ചൈന തയ്യാറായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് ഇപ്പൊ ട്രംപിന്റെ ആവശ്യമായി മാറിയിട്ടുമുണ്ട്. അപ്പൊ അപമാനിതനായി മടങ്ങുന്ന വേളയിൽ ആ ഒരു രോഷം തീർത്തതാകാം. ഒരു പക്ഷേ എയർഫോഴ്സ് വണ്ണിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഇറാന്റെ രണ്ടാമത്തെ ഉടമ്പടി എനിക്ക് കിട്ടി, പക്ഷെ അതെനിക്ക് വായിച്ച് ബോധ്യപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ കീറിക്കളയും. ഇപ്പോ പുതിയ ഡെവലപ്മെന്റ് വന്നേക്കുന്നത് ഏതാണ്ട് 5 നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഉത്തരവുകൾ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് പാലിച്ചില്ലെങ്കിൽ ഇറാനെതിരെ അതിഭീകരമായ യുദ്ധം ഉടനെ ഉണ്ടാകും എന്ന ഭീഷണിയാണ് ഇപ്പൊ വന്നേക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി ഇപ്പൊ ചേർത്ത് വായിക്കേണ്ട ഒരു അവസ്ഥയല്ലേ സർ? തീർച്ചയായിട്ടും. കാരണം അമേരിക്കയുടെ പ്രധാന ആവശ്യമായിട്ടുള്ള ഈ യുറേനിയം, 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം തിരികെ കൊടുക്കാൻ അത് പിന്നെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള, അമേരിക്കയ്ക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിക്കോ ഇനി ചുരുങ്ങിയ പക്ഷം റഷ്യക്ക് തന്നെ കൈമാറാനോ ഇതൊന്നും തന്നെ ഇറാൻ തയ്യാറായിട്ടില്ല. അമേരിക്ക ആവശ്യപ്പെടുന്ന അമേരിക്കയിലേക്ക് തന്നെ കിട്ടണമെന്നാണ്, അമേരിക്കയിലേക്ക് തരണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. അത് ഒരു കാരണവശാലും ഇറാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇറാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇനിയും അമേരിക്ക പിന്നെ ഇസ്രായേൽ സഖ്യം ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഇറാൻ ഈ 60% യുറേനിയം
കൂടുതൽ സമ്പുഷ്ടീകരിക്കാനായിട്ട് അവർ ആ, തീരുമാനിക്കും എന്ന്. അതായത് പാശ്ചാത്യ പ്രതിരോധ വിദഗ്ധർ പറയുന്നത് 0-ൽ നിന്നും 20% വരെ യുറേനിയം സമ്പുഷ്ടീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അത് വെപ്പൺസ് ഗ്രേഡ് എന്ന് പറയുന്ന ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കാനുള്ള തരത്തിൽ സമ്പുഷ്ടീകരണം വേണമെങ്കിൽ 90%, 93-94% വരെ അത് സമ്പുഷ്ടീകരിക്കണം. അപ്പോ ഈ ആദ്യത്തെ 20% സമ്പുഷ്ടീകരണമാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. ആ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞ 400-ലധികം കിലോ യുറേനിയമാണ് അവിടെ ഇരിക്കുന്നത്. അതായത് 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം 90% സമ്പുഷ്ടീകരിക്കാൻ ഒറ്റ ആഴ്ച കൊണ്ട് സാധിക്കും. ഇതാണ് കാരണം അവിടെ നിരവധി ഈ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളുണ്ട്. അപ്പോ അവിടെ ഒരാഴ്ച കൊണ്ട് വേണമെങ്കിൽ സാധിക്കും. ഇനി അഥവാ കൂടുതൽ സമയം എടുക്കുകയാണെങ്കിലും 1 മാസമാണ്. ഇപ്പോൾ 1 മാസം വേണ്ട, 3 ആഴ്ചയാണ് പരമാവധി. അപ്പോ ഇറാനെ സംബന്ധിച്ച് വെപ്പൺസ് ഗ്രേഡ് യുറേനിയം ഉണ്ടാക്കാൻ 3 ആഴ്ച, പരമാവധി 3 ആഴ്ച മതി. ഇത് അമേരിക്കയ്ക്ക് തിരിച്ചറിയാം. ഇറാൻ കൃത്യമായിട്ട് പറയുന്നു, അമേരിക്ക വീണ്ടും ആക്രമിച്ചാൽ ഇറാൻ ബോംബ് ഉണ്ടാക്കും എന്ന്. ഇങ്ങനെ ഒരു ബോംബ് ഒരുപക്ഷെ അത് വലിയൊരു ഇഫക്റ്റീവ് ആകുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒരു ആണവ പരീക്ഷണം നടത്താനുള്ള ഒരു സാവകാശമൊന്നും ഇറാന് കിട്ടില്ല. ഇത് വെച്ച് ആദ്യം തന്നെ ഒരു ബോംബ് ഉണ്ടാക്കിയിട്ട് എന്തായാലും കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് ഏതാണ്ട് 2000 കിലോമീറ്റർ ദൂരമാണ്. അത്ര ഇറാന്റെ ഹിമാവതി അതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 2750 കിലോമീറ്റർ ആണ്. അപ്പോ ഇസ്രായേലിൽ കൊണ്ടിടണമെങ്കിൽ ഈ 2750 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു അണുബോംബ് വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ദൂരമല്ല. അത് ഏറ്റവും മിനിമം വെയിറ്റ് ഉള്ള വാർഹെഡാണ്. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും അറബ് രാജ്യത്തിലായിരിക്കും ഇത് പ്രയോഗിക്കാൻ പോകുന്നത്. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും, വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അമേരിക്കയ്ക്ക് തിരിച്ച് ബോംബിടാതെ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ ഒരു ആക്രമണം ട്രംപ് പറയുന്ന രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ വലിച്ചു കീറി കളയുമെന്നും ഭീകരമായി ആക്രമിക്കുമെന്നും ഒക്കെ ഉള്ളത് അത് പൊള്ളയായ ഭീഷണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഭീഷണി നടപ്പാക്കുന്ന ആളിതൊന്നും ചെയ്യാതിരുന്നത്, അതിന് പ്രത്യേകിച്ചൊരു വിശ്വാസ്യത ഇല്ല ഈ ഭീഷണികൾക്കെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇറാനിൽ പുതിയൊരു ഹാർഡ് ലൈൻ വിഭാഗവും രൂപപ്പെട്ടിരിക്കുകയാണ്, പെയ്താരികൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോ എല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ട്രംപിന് അവിടുന്ന് ഊരിപ്പോകണമെങ്കിൽ ചൈനയുടെ സഹായം ആവശ്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. ചൈന ആകട്ടെ പരമാവധി അമേരിക്കയെ ബുദ്ധിമുട്ടിച്ചിട്ട് ഒരുപക്ഷെ ഏറ്റവും ഒടുവിൽ ചൈന ഇടപെടാം. കാരണം ഊർജ്ജ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ചൈനയ്ക്കും ആവശ്യമുള്ളതാണ്. ചൈനയാണ് ഇറാന്റെ ഏറ്റവും അധികം ഓയിൽ വാങ്ങിക്കുന്ന ബയർ. പക്ഷെ തൽക്കാലത്തേക്ക് ചൈന ഇക്കാര്യത്തിൽ ഒന്നും ഒരു ഉറപ്പ് കൊടുത്തിട്ടില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് എനിക്ക് നമ്മുടെ സമയം തീരാറായിട്ടുണ്ടാകും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഇന്ത്യയെ ഈ ഏറ്റവും ഒടുവിൽ ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര കരാർ പൂർണ്ണ തോതിലൊക്കെ ഒപ്പിട്ടിരുന്നെങ്കിൽ, അത്ര അധികം ഒരു ഊഷ്മളതയിലേക്ക് ചൈനീസ് അമേരിക്കൻ ബന്ധങ്ങൾ തിരികെ പോയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഇന്ത്യക്ക് ചില വെല്ലുവിളികൾ ഉയർത്തുമായിരുന്നു. പക്ഷെ അത്തരം വ്യാപാര കരാറിലൊന്നും ഒപ്പിട്ടതായിട്ട് സൂചനകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. വിശദാംശങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും സൂചനകളോ പോലും ട്രംപ് തന്നിട്ടില്ല. മൊത്തത്തിൽ ട്രംപിന്റെ ചൈനീസ് പര്യടനം ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ അടുത്ത് പോലും എത്തിയിട്ടില്ല എന്ന് തന്നെ ഞാൻ വിലയിരുത്തുന്നത്. അത് ജിയോ പൊളിറ്റിക്സിന്റെ കാര്യത്തിലാണെങ്കിലും ട്രേഡിന്റെ കാര്യത്തിലായാലും സെക്യൂരിറ്റി ഡിഫൻസ് മേഖലയിലായാലും എല്ലാം തന്നെ ഈ സന്ദർശനം പരാജയമായിരുന്നു. പതിവ് പോലെ ട്രംപ് തന്റെ പരാജയം മറയ്ക്കാനായിട്ട് ഒരുപാട് പബ്ലിസിറ്റിയും ഒരുപാട് തരത്തിലുള്ള വാചകമണി പ്രകടനങ്ങളും ഒക്കെ നടത്തും ശ്രദ്ധ തിരിച്ചുവിടാൻ. വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും ഇത് വിശകലനം ചെയ്യാം, പ്രേക്ഷകരുമായിട്ട് അത് പങ്കുവെക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. നന്ദി.